മാറണമെന്ന് പറഞ്ഞു. എങ്ങനെ മാറണമെന്ന് അഹമ്മദാബാദിനെ ഉദാഹരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അഹമ്മദാബാദിനെയും കേരളത്തെയും നമുക്ക് ഗുജറാത്തിനെയും കേരളത്തിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഈ ഗുജറാത്ത് രീതിയിലേക്ക് കേരളം മാറുന്നതിനെക്കുറിച്ച്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കേരളം മാറുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അവിടെ എലികളും നായകളും കൂട്ടിയിരിക്കുന്ന ഉത്തർപ്രദേശിലെ സർക്കാർ ആശുപത്രി സംവിധാനത്തിലേക്കാണോ കേരളം മാറേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമ്മൾ കണ്ടതല്ലേ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളിൽ ഉത്തർപ്രദേശിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പട്ടിണിക്കുറവുള്ള ഒരു നാടെടുത്ത് നോക്കിയാൽ 16ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ, പട്ടിണി നിർമ്മാർജ്ജനം നടത്തിയ സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം തുടരണമോ എന്നുള്ള ആണ് ചോദ്യം. 2, സ്ത്രീ സാക്ഷരതയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം അതേ നിലയിൽ തുടരണോ അതോ 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണോ എന്നതാണ് ചോദ്യം. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 17ാം സ്ഥാനത്തേക്ക് താഴണോ മാറണോ എന്നതാണ് ചോദ്യം. ശുചിത്വ സൗകര്യത്തിന്റെ കാര്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 18ാം സ്ഥാനമുള്ള ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. രാജ്യത്തെ മൊത്തം PSCകളിൽ നടത്തിയ നിയമനത്തിന്റെ 80% കേരളത്തിൽ നടത്തിയ കേരളമായി തുടരണമോ, 10% പോലും കേരളത്തിന്റെ അത്ര PSC നിയമനം നടത്താത്ത ഗുജറാത്തായി മാറണമോ എന്നുള്ളതാണ് ചോദ്യം. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളം തുടരുമ്പോൾ പവർ കട്ടുള്ള സംസ്ഥാനമായി കേരളം മാറണമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് കേരളം പ്രധാനമന്ത്രിയോട് ചോദിക്കുന്ന തിരിച്ചുള്ള ചോദ്യങ്ങളാണ്.